ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെക്ക് മേൽ എഴുതുന്ന ഡേറ്റിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. ആൻറ്റി ഡേറ്റഡ് ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, സ്റ്റെയിൽ ചെക്ക് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രോസിങ്. ചെക്ക് ക്രോസ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഈ ചെക്ക് ക്രോസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഓപ്പൺ ചെക്ക് is the bearer check. It is payable over the counter on presenting it by the payee to the paying bank. നമ്മൾ ബിയറർ ചെക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അതിൽ പേരെഴുതിയിട്ടുണ്ടാവില്ല, അയാൾക്ക് ഡയറക്റ്റ് ചെക്ക് കൊടുത്ത് ക്യാഷ് വാങ്ങാം. അത്തരത്തിലുള്ള ചെക്കിന് പറയുന്ന വേറൊരു പേരാണെന്ത്? ഓപ്പൺ ചെക്ക്. ആൻഡ് ഓപ്പൺ ചെക്ക് ഈസ് ദ ബിയറർ ചെക്ക്. ഓപ്പൺ ചെക്കിൻ്റെ മറ്റൊന്നുണ്ട്, അതായത് അതിൻ്റെ ഒരു മറുവശത്ത് നിൽക്കുന്ന ഒന്നാണ് എന്ത്? ക്രോസ്ഡ് ചെക്ക്. While a closed check is not payable over the counter but shall be collected only through a banker. ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കയ്യിലേക്ക് നമുക്ക് ഡയറക്റ്റ് കയ്യിലേക്ക് നമുക്ക് ക്യാഷ് വാങ്ങാൻ കഴിയില്ല. ബട്ട് ഷാൽ ബി കളക്റ്റഡ് ഓൺലി ത്രൂ എ ബാങ്കർ. ഒരു ബാങ്ക് വഴി അക്കൗണ്ടിലേക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രോസ്ഡ് ചെക്ക് വെച്ച് ക്യാഷ് വാങ്ങാൻ കഴിയുകയുള്ളൂ. ദ എമൗണ്ട് പേയബിൾ ഫോർ ദ ക്രോസ് ചെക്ക് ഇസ് ട്രാൻസ്ഫർ ടു ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ പേയി. ആർക്കാണോ ക്യാഷ് കിട്ടേണ്ടത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ക്രോസിംഗ്. അപ്പോൾ ഈ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസിംഗ് ഈസ് ഡ്രോയിങ് ടു പാരലൽ ലൈൻസ്, ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക്. ചെക്കിൻ്റെ പുറത്ത് രണ്ട് വര, എവിടെയെന്ന് വെച്ചാൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമ്മൾ രണ്ട് ലൈന് വരക്കും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതെന്തായി? ക്രോസ്ഡ് ചെക്കായി. അപ്പോൾ ക്രോസ്ഡ് ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? പൈസ ലഭിക്കുകയുള്ളൂ. ക്രോസിങ് ഇൻക്രീസസ് ദ സേഫ്റ്റി ഓഫ് ദ ചെക്ക്. അതുകൊണ്ട് ചെക്കിൻ്റെ സേഫ്റ്റി എന്ത് ചെയ്യും? വർദ്ധിക്കും. വേറെ ആർക്കോ ചെക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല. It is a direction given to the paying banker that check shall be paid only to an account holder in that bank. നമ്മൾ ചെക്ക് കൊടുക്കുന്ന വ്യക്തി ബാങ്കിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. ഇന്ന ആൾക്ക് കൊടുക്കുന്ന ചെക്ക് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. The format and the writing of crossing vary from country to country, but generally two parallel lines and or the words account payee or similar may be placed either vertically across the check or in the or top left hand corner. അപ്പോൾ എന്താണ് ഈ പറഞ്ഞത്? എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്ന രീതികൾ ഓരോ രാജ്യത്തിനനുസരിച്ചും വ്യത്യസ്ത രീതിയിലാണെന്ത് അതിൻ്റെ നിയമവശമുള്ളത്, എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ പൊതുവേ യൂസ് ചെയ്യുന്നത് എന്താണ്? മുകളിൽ ലെഫ്റ്റ് കോർണറിൽ എന്ത് ചെയ്യും? രണ്ട് വരക്കും, രണ്ട് ലൈന് വരക്കും. ആ ലൈൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചിലതൊക്കെ എഴുതും, ചിലർ എന്ത് ചെയ്യില്ല, എഴുതില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? ക്രോസിങ്. അപ്പോൾ എന്താണ് ക്രോസിങ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താണ് ഓപ്പൺ ചെക്ക്, എന്താണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പൺ ചെക്കാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ക്യാഷ് എന്ത് ചെയ്യാം? കയ്യിൽ വാങ്ങാം. ക്രോസ്ഡ് ചെക്കാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ മാത്രമേ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയുള്ളൂ. നമ്മൾ നേരത്തെ ഒരു ചെക്കിൻ്റെ മോഡൽ പഠിച്ചിരുന്നു അല്ലേ. ഇതാ ഈ ചെക്കിൻ്റെ മോഡൽ കണ്ടില്ലേ? ഇവിടെ ഈ മുകളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയ കണ്ടല്ലോ, ഈ കോർണറിൽ ചെരിച്ചിട്ട് രണ്ട് ലൈന് വരക്കും. അതിനെയാണ് എന്ത് പറയുക? ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കാണിച്ചു തരാം ബാക്കി അതിൻ്റെ ചിത്രങ്ങൾ. ബൈ യൂസിങ് ക്രോസ്ഡ് ചെക്ക്, ചെക്ക് റൈറ്റേഴ്സ് ക്യാൻ എഫക്റ്റീവ്ലി പ്രൊട്ടക്ട് ദ ചെക്ക് ഫ്രം ബീങ് സ്റ്റോളൻ ഓർ ക്യാഷ്ഡ്. ചെക്ക് മോഷണം പോവുക അല്ലെങ്കിൽ ചെക്ക് കളഞ്ഞു പോയി എന്ന പൈസ നഷ്ടപ്പെടുക എന്നുള്ള പ്രശ്നങ്ങളൊന്നും എന്തുണ്ടാകില്ല? ക്രോസ്ഡ് ചെക്കാണെങ്കിൽ ഉണ്ടാകില്ല. ക്രോസിംഗ് ക്യാൻ ബി ഹാൻഡ് റിട്ടൺ ഓർ സ്റ്റാമ്പ്. ക്രോസിംഗ് എപ്പോഴും എന്തായിരിക്കണം? ഒന്നുകിൽ കൈകൊണ്ട് വരച്ചതായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ്. ഇപ്പോൾ ഒരുപാട് ചെക്കൊക്കെ ഇഷ്യൂ ചെയ്യുന്നൊരു സ്ഥാപനമാണെങ്കിൽ അവരുടെ അടുത്ത് സ്റ്റാമ്പ് ഉണ്ടാകും ക്രോസ് ചെയ്യാനുള്ള. അപ്പോൾ സ്റ്റാമ്പ് വെച്ചിട്ടും എന്ത് ചെയ്യാം? ക്രോസിംഗ് ചെയ്യാം. An open check അഥവാ uncrossed check can be present for payment by the holder at the counter of the drawing bank. ഓപ്പൺ ചെക്ക് അല്ലെങ്കിൽ അൺക്രോസ്ഡ് ചെക്ക് ആണെങ്കിൽ എന്താണ്? അയാൾക്ക് നേരെ പോയി ബാങ്കിൻ്റെ കൗണ്ടറിൽ കൊടുത്താൽ ക്യാഷ് അയാളുടെ കയ്യിൽ കിട്ടും. എ ചെക്ക് വിത്തൗട്ട് ക്രോസിംഗ് ഈസ് കോൾഡ് ആൻ ഓപ്പൺ ചെക്ക്. ക്രോസ് ചെയ്യാത്തൊരു ചെക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്.
എ ഗ്രേറ്റ് റിസ്ക് ഈസ് ഇൻവോൾവ്. അതിൽ കുറേ റിസ്ക് ഉണ്ട്, ചെക്ക് വീണ് പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്താൽ. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനാണ് എന്ത് ക്രോസിംഗ് എന്നൊരു ടൂള്, ഒരു ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ടൈപ്സ് ഓഫ് ക്രോസിംഗ് ചെക്ക്. വ്യത്യസ്ത തരത്തിലുള്ള ക്രോസിംഗ് ഉണ്ട്. അതിലൊന്നാണ് ജനറൽ ക്രോസിംഗ്. ജനറൽ ക്രോസിംഗ് ചെക്ക് bears across its face two parallel transverse line, either with or without the words not negotiable, account pay, etc. ഓക്കെ, അപ്പോൾ ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ മുകളിലെ ലെഫ്റ്റ് കോർണറിൽ നമ്മൾ ഇങ്ങനെ ചെരിച്ച് 2 ലൈന് വരക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 ലൈന് വരക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പേയി എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. എഴുതിയിട്ടില്ലെങ്കിലും അക്കൗണ്ട് പേയി ആണ് എന്ന് അത് ഉദ്ദേശിക്കുന്നത്, ഏത് ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് നോർമലി സിമ്പിളായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്ന രൂപം. അടുത്തത് ദ നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ ക്രോസിംഗ്. എന്താണ് സ്പെഷ്യൽ ക്രോസിംഗ്? Special crossing check bears across its face an addition of the name of the banker, either with or without the words not negotiable. സ്പെഷ്യൽ ക്രോസിംഗിൽ എന്താണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജനറൽ ക്രോസിംഗിൽ 2 ലൈന് വരക്കുന്നു, അതിനോടൊപ്പം എന്താണ്, ഏതെങ്കിലും ഒരു പ്രത്യേക ബാങ്കിൻ്റെ പേരുണ്ടാകും. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് പറയാം. സ്പെഷ്യൽ ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു ദ പേയിങ് ബാങ്കർ to honor the check only when it is presented through the bank mentioned in the crossing. അപ്പോൾ സ്പെഷ്യൽ ക്രോസിങ്ങിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൽ മാത്രമേ ചെക്ക് കൊണ്ടുപോയി ക്യാഷ് വിഡ്രോ ചെയ്യാൻ ക്യാഷ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ കനറ ബാങ്കിൻ്റെ ഒരു ചെക്ക് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു, ഒരു 10,000 രൂപയുടെ ചെക്ക് കൊടുത്തു. എന്നിട്ട് ഞാനതിൽ ക്രോസ് ചെയ്തിട്ട് എഴുതി ഫെഡറൽ ബാങ്ക് എന്ന്. ഓക്കെ, ക്രോസ് ചെയ്തിട്ട് എന്ത് എഴുതി, ഫെഡറൽ ബാങ്ക്. അപ്പോൾ എന്തായി, സ്പെഷ്യൽ ക്രോസിംഗ് ആയി. അപ്പോൾ ഫെഡറൽ ബാങ്ക്, അപ്പോൾ അവന് ആ ചെക്കുമായിട്ട് ഫെഡറൽ ബാങ്കിൽ പോയാൽ മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ, പൈസ ലഭിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അവൻ്റെ അക്കൗണ്ട് ആക്സിസ് ബാങ്കിലോ HDFC ബാങ്കിലൊക്കെ ആണെങ്കിൽ എന്തില്ല, അവൻ അവിടെ ആ ചെക്ക് പ്രസൻറ്റ് ചെയ്യാൻ കൊടുക്കാൻ കഴിയില്ല. അതാണ് സ്പെഷ്യൽ ക്രോസിംഗ്. Special crossing makes the check safer and minimize or eliminate fraud and duplication in the clearing of the check. സ്പെഷ്യൽ ക്രോസിംഗ് വരുന്നതോടുകൂടി ചെക്കിൻ്റെ സേഫ്റ്റി എന്ത് ചെയ്യാണ്, ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേൽ ഫ്രോഡ് കളിക്കാനോ ഡ്യൂപ്ലിക്കേഷനോ ഒന്നും സാധ്യമല്ല. The special crossing gives more protection to the check than in the general crossing. ജനറൽ ക്രോസിങ്ങിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ആർ നോട്ട് എസെൻഷ്യൽ ഇൻ സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 2 ലൈന് വരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ പൊതുവെ എല്ലാവരും വരക്കാറുണ്ട്. ദ നെയിം ഓഫ് ദ ബാങ്കർ അക്രോസ് ദ ഫേസ് ഓഫ് ദ ചെക്ക് ഈസ് സഫിഷ്യൻറ്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗ് ചെയ്യണമെങ്കിൽ എന്താണ്, ആ ഒരു കോർണറിൽ പോയിട്ട് ഏത് ബാങ്കാണോ അതിൻ്റെ പേര് എഴുതി വെച്ചാൽ തന്നെ സ്പെഷ്യൽ ക്രോസിംഗ് ആയി. 2 ലൈന് വരക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതാണ് എന്ത് സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ രീതികൾ. 2 ലൈൻ വരച്ചിടത്തിൽ കനറ ബാങ്ക് അല്ലെങ്കിൽ കനറ ബാങ്ക് അക്കൗണ്ട് പേയി, SBI നോട്ട് നെഗോഷ്യബിൾ. ഈ സ്വഭാവത്തിലാണ് എന്ത് സ്പെഷ്യൽ ക്രോസിംഗ് നടക്കുന്നത്. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ഒരു ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുക, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 125 ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. അപ്പോൾ നമ്മൾ ഈ ചെക്കൊക്കെ ഏതനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. അതിൽ സെക്ഷൻ 125 പറയുന്നുണ്ട് ആർക്കൊക്കെ ഒരു ചെക്ക് ക്രോസ് ചെയ്യാം. ഫസ്റ്റത്തത് ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആരാണോ ചെക്ക് എഴുതുന്നത് ആ വ്യക്തിക്ക്. ദ ഡ്രോയർ ക്യാൻ ക്രോസ് എ ചെക്ക് ജനറലി ഓർ സ്പെഷ്യലി. അയാൾക്ക് ജനറലായിട്ടോ സ്പെഷ്യലായിട്ടോ അതിനെന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. രണ്ടാമത്തത് ദ ഹോൾഡർ, ആർക്കാണോ ചെക്ക് കൊടുക്കുന്നത് ആ വ്യക്തിക്കും എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. ദ ഹോൾഡർ ക്യാൻ ക്രോസ് എ ചെക്ക് ഇൻ ദ ഫോളോയിങ് വേസ്. ഈ താഴെ പറയുന്ന രീതികളിലാണ് ഹോൾഡർക്ക് ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുക. വെൻ എ ചെക്ക് ഈസ് അൺക്രോസ്ഡ് ദ ഹോൾഡർ മേ ക്രോസ് ഇറ്റ് ജനറലി ഓർ സ്പെഷ്യലി. ഇനി ഒരു ചെക്ക് എന്താണ്, അൺക്രോസ്ഡ് ആണ്, അഥവാ ക്രോസ് ചെയ്യാതെയാണ് ഡ്രോയർ എന്ത് ചെയ്തത് ഹോൾഡർക്ക് കൊടുത്തത്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, അതിന്
അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രോസ് ചെയ്യാം. ജനറലായിട്ടോ സ്പെഷ്യലായിട്ടോ ക്രോസ് ചെയ്യാം. വേറെ ചെക്ക് ഇസ് ക്രോസ്ഡ് ജനറലി. ഇനി ജനറലായിട്ടാണ്, ജനറൽ ക്രോസിംഗ് ആണ് ഡ്രോയർ നടത്തിയിട്ടുള്ളതെങ്കിൽ ദ ഹോൾഡർ മേ ക്രോസ് ഇറ്റ് സ്പെഷ്യലി. ഹോൾഡർക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യൽ ക്രോസിങ് ചെയ്യാം. മൂന്നാമത്തേത് വേറെ ചെക്ക് ഇസ് ക്രോസ്ഡ് ജനറലി ഓർ സ്പെഷ്യലി ദ ഹോൾഡർ മേ ആഡ് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ. ഇനി ഡ്രോയർ എന്ത് ചെയ്തത്? സ്പെഷ്യൽ ക്രോസ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഹോൾഡർക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതി വെക്കാം. ഈ നോട്ട് നെഗോഷ്യബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, ആർക്കൊക്കെ ചെക്ക് ക്രോസ് ചെയ്യാമെന്നതിൽ നമുക്ക് ഡിസ്കസ് ചെയ്തു. അടുത്തത് ഡബിൾ ക്രോസിങ്. നമ്മൾ ജനറൽ ക്രോസിങ് പറഞ്ഞു, സ്പെഷ്യൽ ക്രോസിങ് പറഞ്ഞു. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തൊരു രീതിയാണ് എന്ത്, ഡബിൾ ക്രോസിങ്. എന്താണ് ഡബിൾ ക്രോസിങ്? വെൻ എ ചെക്ക് ബിയേഴ്സ് ടു സെപ്പറേറ്റ് സ്പെഷ്യൽ ക്രോസിങ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഡബിൾ ക്രോസ് ചെക്ക്. ഒരു ചെക്ക് രണ്ട് സ്വഭാവത്തിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്പെഷ്യൽ ക്രോസിങ്, രണ്ട് സ്പെഷ്യൽ ക്രോസിങ് ഒരു ചെക്കിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡബിൾ ക്രോസിങ് എന്ന് പറയുന്നത്. ഇഫ് ദ ബാങ്ക് ടു whom a check is specially crossed does not have a branch at the place of paying banker, he may choose the check specially to another banker who acts as his agent for the purpose of collection of the check. എന്താണ് ഇതിൽ പറഞ്ഞത്? if the banker to whom a check is specially crossed, അതായത് ഞാനിപ്പോൾ ചെക്ക് എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. ഞാൻ എൻ്റെ കനറ ബാങ്കിന് ചെക്ക് കൊടുത്തു, അതിൽ ക്രോസ് ചെയ്തിട്ട് ഫെഡറൽ ബാങ്ക് എന്ന് എഴുതി. ഡസ് നോട്ട് ഹാവ് എ ബ്രാഞ്ച് അറ്റ് ദ പ്ലേസ് ഓഫ് ദ പേയിങ് ബാങ്കർ. അപ്പോൾ ഞാൻ മലപ്പുറം ബ്രാഞ്ചിലെ കനറ ബാങ്കിന് ചെക്കാണ് കൊടുത്തത്. പക്ഷെ മലപ്പുറത്ത് എന്തില്ല? ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ ക്രോസിങ് നടക്കൂലല്ലോ, ബ്രാഞ്ച് ഇല്ലാത്തതുകൊണ്ട്. ഹി മേ ക്രോസ് ദ ചെക്ക് സ്പെഷ്യലി ടു അനദർ ബാങ്ക്. അപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊടുത്ത, അതായത് ഇയാൾ ഏത് ബാങ്കിലാണോ കൊണ്ടുപോയി എടുക്കുന്നത്, ഫോർ എക്സാമ്പിൾ എൻ്റെ അക്കൗണ്ട് കനറ ബാങ്ക് മലപ്പുറം ബ്രാഞ്ച്, എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ഫെഡറൽ ബാങ്ക് കോഴിക്കോട് ബ്രാഞ്ച്, കോഴിക്കോട് സിറ്റി ബ്രാഞ്ച്. എന്ത് ചെയ്യണം? അവിടുന്ന് ഇത് കൊടുക്കുന്നു, ഏത് അയാൾ ഫ്രണ്ട് അയാളുടെ ബ്രാഞ്ചിൽ കോഴിക്കോട് സിറ്റിയിലെ ഫെഡറൽ ബാങ്കിൽ കൊടുക്കുന്നു. പക്ഷേ എന്താണ്, മലപ്പുറത്ത് ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ക്യാഷ് കൈമാറ്റം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ഫെഡറൽ ബാങ്ക് എന്താ ചെയ്യുക? ചെക്ക് നേരെ എവിടേക്ക് അയക്കുന്നു? മലപ്പുറം ബ്രാഞ്ച്, മലപ്പുറത്തുള്ള ഫെഡറൽ ബാങ്കിലേക്ക് അയച്ച് അത് അവർ തമ്മിലാണ് എന്ത്, പിന്നെ കനറ ബാങ്കും ഫെഡറൽ ബാങ്കും, മലപ്പുറത്തെ കനറ ബാങ്കും ഫെഡറൽ ബാങ്കും തമ്മിലാണ് ട്രാൻസാക്ഷൻ നടക്കേണ്ടത്. പക്ഷേ മലപ്പുറത്ത് ഫെഡറൽ ബാങ്കിന് എന്തില്ല? ബ്രാഞ്ചില്ല. അപ്പോൾ ഫെഡറൽ ബാങ്ക്, കോഴിക്കോട് സിറ്റിയിലെ ഫെഡറൽ ബാങ്ക് എന്ത് ചെയ്യും? ഹി മേ ക്രോസ് ദ ചെക്ക് സ്പെഷ്യലി ടു അനദർ ബാങ്ക്. അയാൾ വീണ്ടും അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? ഈ ചെക്കിനെ ക്രോസ് ചെയ്യും, സ്പെഷ്യൽ ക്രോസിങ് നടത്തും. എന്നിട്ട് ഫെഡറൽ ബാങ്കിന് മലപ്പുറത്ത് അഫിലിയേഷനുള്ള അല്ലെങ്കിൽ അവർക്ക് ടൈ അപ്പ് ഉള്ള ഏതെങ്കിലും ബാങ്കിലേക്ക് അതിനെന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. ഹു ആക്ട്സ് ആസ് ഹിസ് ഏജൻറ്റ് ഫോർ ദ പേർപ്പസ് ഓഫ് കളക്ഷൻ ഓഫ് ദ ചെക്ക്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും? മലപ്പുറത്തുള്ള ആ ബാങ്ക് കനറ ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ചെക്ക് കളക്ഷൻ നടക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡബിൾ ക്രോസിങ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇനി ഏതാനും ചില ടേംസുകൾ കൂടി പഠിക്കാം. നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതി വെക്കുക. അതിൻ്റെ ഉദ്ദേശം എന്താണ്? എ നോട്ട് നെഗോഷ്യബിൾ ക്രോസ്ഡ് ചെക്ക് ഡസ് നോട്ട് മേക്ക് ഇറ്റ് നോൺ ട്രാൻസ്ഫറബിൾ. നോട്ട് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ ആ ചെക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയൂല എന്നല്ല അതിൻ്റെ ഉദ്ദേശം. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്, ബട്ട് ബൈ ആഡിങ് ദ വേർഡ് നോട്ട് നെഗോഷ്യബിൾ the negotiability is taken away from such instrument. The transfer of such an instrument will not get a better title than that of the transfer. ഈ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പരസ്പരം സംസാരിച്ച് ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ചെക്കിന്മേൽ നോൺ നെഗോഷ്യബിൾ എന്ന് എഴുതി വെക്കുന്നതോടുകൂടി ആ ചെക്കിന് പിന്നീട് അതിൻ്റെ മൂല്യം വർദ്ധിക്കുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് 10,000 രൂപ കിട്ടാൻ കഴിയുന്ന ഒരു ചെക്ക് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ അയാൾക്കും എന്തേ കിട്ടുകയുള്ളൂ? 10,000 കിട്ടുകയുള്ളൂ, അല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല എന്ത്
നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതുന്നത് കൊണ്ട്. 2 അക്കൗണ്ട് പേയി ക്രോസിങ്. അക്കൗണ്ട് പേയി ക്രോസ് ചെയ്തുകൊണ്ട് അതിലെന്ത് എഴുതാൻ, അതിൻ്റെ ഇടയിൽ നമ്മൾ അക്കൗണ്ട് പേയി എന്ന് എഴുതാറുണ്ടല്ലോ. അക്കൗണ്ട് പേയി ക്രോസിങ് ഈസ് എ ഡയറക്ഷൻ ടു ദ കളക്ടിങ് ബാങ്കർ ദാറ്റ് ദ പ്രൊസീഡ്സ് ഓഫ് ദ ചെക്ക് ഷുഡ് ബി കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ഓൺലി ടു ദ ബെനിഫിറ്റ് ഓഫ് ദ പേയീസ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് അക്കൗണ്ട് പേയി എന്ന് എഴുതുന്നതോടുകൂടി ആർക്കാണോ ചെക്ക് കൊടുത്തത് അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ക്യാഷ് വരികയുള്ളൂ. അതാണ് രണ്ടാമത് പഠിച്ച ഒരു ടേം. മൂന്നാമത്തത് ഒബ്ലിറ്ററേറ്റിംഗ് എ ക്രോസിങ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ച് നോക്കാം. ഇറ്റ് മീൻസ് ഇറേസിങ് ദ ക്രോസിങ് ഓൺ ദ ചെക്ക്. ചെക്കിൻ്റെ മുകളിലുള്ള ക്രോസിങ് ഒഴിവാക്കുന്നതിനെയാണ് ഒബ്ലിറ്ററേറ്റിംഗ് എ ക്രോസിങ് എന്ന് പറയുന്നത്. സംടൈംസ് ദ ക്രോസിങ് ഓൺ എ ചെക്ക് ഈസ് ഇറൈസ്ഡ് ബൈ എ ഡിസോണസ്റ്റ് പേഴ്സൺ. ചില കള്ളന്മാരെന്ത് ചെയ്യും, ചെക്കിൻ്റെ മുകളിലുള്ള ക്രോസിങ് ഒഴിവാക്കാൻ നോക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, ഒബ്ലിറ്ററേറ്റിംഗ് എ ക്രോസിങ്. അടുത്തത് ഓപ്പണിംഗ് ഓഫ് ക്രോസിങ്. എന്താണത്? ഇറ്റ് ഈസ് ദ ക്രോസിങ് ഓൺ ദ ഇഫ് ദ ക്രോസിങ് ഓൺ ദ ചെക്ക് ഈസ് ക്യാൻസൽഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ഓപ്പണിംഗ് ഓഫ് ക്രോസിങ്. ചെക്കിന് മുകളിലുള്ള ഒരു ക്രോസിങ് ക്യാൻസൽ ചെയ്താൽ അതിനെയാണ് എന്ത് പറയുക, ഓപ്പണിംഗ് ഓഫ് ക്രോസിങ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ബിക്കംസ് ആൻ ഓപ്പൺ ചെക്ക്. അപ്പോൾ എന്തായി, അത് ഓപ്പൺ ചെക്കായി മാറിയത്. ദ ഡ്രോയർ അലോൺ ഹാസ് ദ റൈറ്റ് ടു ക്യാൻസൽ ദ ക്രോസിങ്. ഡ്രോയർക്ക് മാത്രമേ എന്ത് ക്രോസിങ് ക്യാൻസൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഹി ക്യാൻ ക്യാൻസൽ ദ ക്രോസിങ് ബൈ റൈറ്റിംഗ് ദ വേർഡ്സ് പേ ക്യാഷ് ആൻഡ് പുട്ടിങ് ഹിസ് ഫുൾ സിഗ്നേച്ചർ. ക്രോസിങ് ഒഴിവാക്കാം എങ്ങനെ, അയാൾ അവിടെ പേ ക്യാഷ് എന്ന് എഴുതി വെച്ചാൽ എന്ത് ചെയ്യും, ക്രോസിങ് ഒഴിവാക്കും. എന്നിട്ട് ആൻഡ് പുട്ടിങ് ഹിസ് ഫുൾ സിഗ്നേച്ചർ, എന്നിട്ട് അയാളുടെ ഫുൾ സൈനും എന്ത് ചെയ്യുക അവിടെ ഇടുക. അപ്പോൾ ഇതാണ് എന്ത്, ഓപ്പണിങ് എ ക്രോസിങ്. അപ്പോൾ ഈ ലാസ്റ്റ് എന്താണ്, ഏതാനും ചില ടേംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഡൗട്ട്സ് എങ്ങനെ ചോദിക്കാം. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.